ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വീട്ടിൽ നിന്നപ്പോൾ വെറുതെ ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊരു കേക്ക് ഉണ്ടാക്കാം. അത് വെറും കേക്കല്ല, ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് എൻ്റെ രീതിയിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാവേ. ആദ്യം നമുക്ക് ആകെ എൻ്റെ 2 ക്യാരറ്റ് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 ക്യാരറ്റ് എടുത്തു, അതിനെ കഴുകി വൃത്തിയാക്കി മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് അതിനൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്ത് ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഒരു കപ്പ് എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു കപ്പ് ചായ കുടിക്കുന്നില്ല, അതേ ഒരു കപ്പ് എടുത്തിട്ട് അതിന് 3/4 കപ്പ് പഞ്ചസാര എടുത്തു. അതൊരു പാനിലാക്കി അതിനൊന്ന് ചെറുതായിട്ട് കാരമലൈസ് കാരമലൈസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ലൂസാക്കിയിട്ട് എടുത്തിട്ട് അതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് കുറച്ചൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനൊന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ക്യാരറ്റ് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അതും ഇതും പഞ്ചസാര ലായനിയും അതും കൂടി ക്യാരറ്റും കൂടി ഒന്നുപോലെ ആയി കുറുകി സെറ്റായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഒരു ഗോതമ്പ് പൊടി, ഇത് ഗവൺമെൻറ്റിൻ്റെ ഗോതമ്പ് പൊടിയാണ്. ഈ ഗോതമ്പ് പൊടി എൻ്റെ കയ്യിലുള്ളായിരുന്നു, അപ്പോൾ ഞാനത് സജസ്റ്റ് ചെയ്തു. അതിലൊരു ഇതുപോലെ സോഡാപ്പൊടിയും ബേക്കിംഗ് സോഡ ഹാഫ് മതി അത് ഇട്ട് കൊടുത്ത് അതിനെ മിക്സ് ചെയ്ത് 2-3 പ്രാവശ്യം അരിച്ചെടുത്തപ്പോഴത്തേക്ക് ഇത് അടുപ്പിൽ നിന്ന് ഓക്കെ സെറ്റായിട്ട് വന്നു. അതിനുശേഷം ഒരു ജാർ എടുത്തിട്ട് അതിൽ 2 മുട്ടയും 1/2 ഗ്ലാസ് വെളിച്ചെണ്ണ അല്ല കേട്ടോ, സൺഫ്ലവർ ഓയിലും കുറച്ച് വാനില എസൻസും കൂടിയിട്ട് അടിച്ച് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ വെച്ചിരുന്നില്ല ആ ക്യാരറ്റിൻ്റെ മിക്സ്, അത് തണുത്തതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള മാവല്ല, നമ്മൾ 1 ഗ്ലാസ് മാവാണ് എടുത്തത്, അപ്പോൾ ആ 1 ഗ്ലാസ് മാവ് അതിലോട്ട് ഇട്ട് അതിനെല്ലാം കൂടി ഒരേ മിക്സാക്കി ഇതിലാക്കി എടുക്കും. അതിനുശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ചോറ്റുപാത്രത്തിൽ ഞാനൊരു ബട്ടർ പേപ്പർ എന്ന രീതിയിൽ റൗണ്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് എണ്ണ തടവി എൻ്റെ മോൻ്റെ ബുക്കിൻ്റെ പേപ്പറിനെ എടുത്ത് അതേപോലെ വെച്ചിട്ട് ഞാൻ ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് 5 മിനിറ്റ് മുന്നേ ആ പാത്രത്തിനെ ഒന്ന് ചൂടാക്കി വെച്ചിരുന്നു, നല്ല ചൂട്. അപ്പോൾ ഈ കേക്ക് വെച്ചതിന് ശേഷം ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കുത്തി നോക്കി വെന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്ക് നന്നായിട്ട് എൻ്റെ കേക്ക് കിട്ടുമെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ കേക്ക് ഫൈനൽ കിട്ടിയത്. അതിനുശേഷം കേക്ക് കാണാനും കൊള്ളാമായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മധുരത്തിൻ്റെ ഒരു കുറവുള്ളതായിട്ട് എനിക്ക് തോന്നി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാണാനും നല്ല സൂപ്പർ കേക്കല്ലേ, അതേപോലെ തന്നെ നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടായിരുന്നു എൻ്റെ കേക്കിന്. ഞാൻ വിചാരിച്ചില്ല, ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ നല്ലൊരു കേക്ക് കിട്ടുമെന്ന് ഫസ്റ്റ് ടൈമിൽ തന്നെ. അപ്പോൾ പറ്റുന്നവരെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ടോ. ഓക്കെ, ബൈ ടാറ്റാ.